ചരിത്രത്തെ വളച്ചൊടിച്ച സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സിനിമയുടെ കഥയിൽ എന്തെങ്കിലും വളച്ചൊടിച്ചാൽ ജനങ്ങൾ അതിനെ തള്ളിക്കളയും. എന്തിലും ഏതിലും സംഘപരിവാറിനെ മുഖ്യമന്ത്രി കുറ്റം പറയാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ കാലം കഴിഞ്ഞുവെന്നും എമ്പുരാനു പിന്നിൽ രഹസ്യ അജണ്ട ഉണ്ടോ എന്ന് മുഖ്യമന്ത്രി അന്വേഷിച്ച് തീരുമാനിക്കട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, ബി.ജെ.പിയുടെ നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയത്. ഇന്ന് രാവിലെ അദ്ദേഹം ഫേസ്ബുക്ക് വഴിയും ആ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത് ആവർത്തിക്കുകയാണ്. അതായത് സിനിമയെ സിനിമയായി തന്നെ കാണണമെന്നുള്ളതാണ് ബി.ജെ.പിയുടെ നിലപാട്. അതിനെ ചരിത്രമായി കാണേണ്ട സാഹചര്യമില്ല. അതേസമയം തന്നെ ഈ സിനിമയെ അല്ലെങ്കിൽ സിനിമയിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന സാഹചര്യമുണ്ടായാൽ അത്തരം സിനിമകളെ ജനങ്ങൾ തള്ളുന്ന അവസ്ഥയുണ്ടാകുമെന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. മോഹൻലാലിൻ്റെ ആരാധകനാണ്, ലൂസിഫർ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എമ്പുരാൻ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. എന്നാൽ ഈ ആദ്യം എമ്പുരാൻ കണ്ട മോഹൻലാൽ ഫാൻസ് ആണേലും സാധാരണക്കാരാണേലും എമ്പുരാനിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തന്നോട് സൂചിപ്പിച്ചു എന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ പ്രൊഡ്യൂസർമാർ അതിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ച് അവർ അത് സെൻസറിങ്ങിന് വിധേയമാക്കുന്നു, ചില രംഗങ്ങൾ വെട്ടിമാറ്റുന്നു. അതുകൊണ്ട് തന്നെ ഇനി എമ്പുരാൻ കാണാൻ താൻ ഉദ്ദേശിക്കുന്നില്ല, കാണേണ്ടവർക്ക് കാണാമെന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. നേരത്തെ എം.ടി. രമേശ് അടക്കം ഇതേ നിലപാട് തന്നെ പറഞ്ഞിരുന്നു. ആ നിലപാടിൽ മാറ്റമില്ല. സിനിമയും ചരിത്രവും രണ്ടും രണ്ടാണ്. സിനിമയെ ചരിത്രമായി കാണേണ്ട എന്നുള്ളതാണ് ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരന്തരം മുഖ്യമന്ത്രി രാഷ്ട്രീയ വൈരം മൂലം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതേസമയം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ലക്ഷ്യം എല്ലാവരുടെയും വികസനമാണ്. എല്ലാവർക്കൊപ്പം നിന്നുകൊണ്ട് എല്ലാവരുടെയും വികസനമാണ് നരേന്ദ്രമോദി സർക്കാർ ആഗ്രഹിക്കുന്നത്. കേരളത്തിന് മാത്രമായി അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലും നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ തുറന്ന് ജനങ്ങൾ നൽകുമെന്നുള്ളതാണ് താൻ വിശ്വസിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ഇന്നിപ്പോൾ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ലൂസിഫറിൽ ഏതെങ്കിലും തരത്തിലുള്ള അജണ്ടകൾ കുത്തി നിറച്ചിട്ടുണ്ടോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയാണ് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനമായും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. രോഹൻ, ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.